നിലവിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് എതിരാളികൾ. അവർ 13ാം സ്ഥാനത്താണ്, അവസാന സ്ഥാനത്തുള്ള ടീമാണ്. അത്തരത്തിൽ ദുർബലരായ ടീമിനോടാണ് നേരിടുന്നത്. പക്ഷേ ഇനി കൂടുതൽ മത്സരങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ സീസന്റെ രണ്ടാം പകുതി മത്സരങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ടീം കൂടുതൽ ശക്തമാക്കണം എന്നൊരാവശ്യമാണ് ആരാധകർ ഉന്നയിക്കുന്നത്. ചേട്ടാ, എല്ലാ മത്സരവും കാണാൻ വരാറുണ്ടോ? എല്ലാ കളിയും ഞങ്ങൾ മലപ്പുറത്ത് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടം കേരള ബ്ലാസ്റ്റേഴ്സാണ്. ഇന്ന് 3-0. ഇതുവരെയുള്ള മത്സരത്തിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ പറ്റിയ ടീമിന്? ബാഴ്സലോണ തോൽക്കുന്നുണ്ട്, സിറ്റി പാർക്ക് മാർസേഴ്സ് തോൽക്കുന്നുണ്ട്, ഞങ്ങൾ തോൽക്കുന്നുണ്ട്, എല്ലാ ടീമും തോൽക്കുന്നുണ്ട്. ഇപ്പോ ഞങ്ങള് എത്ര കളി കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റു കഴിഞ്ഞാലും ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്ന് ഞങ്ങൾ ജയിക്കും. പരിശീലകനെ മാറ്റിയതുകൊണ്ടൊക്കെ മെച്ചമുണ്ടാവും. അത് മെച്ചമുണ്ടാവോ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ ഞങ്ങളെ പ്ലേയേഴ്സ് ഇന്ന് കളി ജയിച്ചിരിക്കും. ഇതാണ് 3-0 എന്റെ അൽബാവ കൊണ്ടുവർ പറയുന്നുണ്ട്. 3-0. എന്താ എല്ലാ മത്സരം കാണാറുണ്ടോ സാധാരണ? എന്താ ഒരു അഭിപ്രായം? നല്ല മാച്ചായിരിക്കും. അത്തരത്തിൽ വലിയ വിജയപ്രതീക്ഷ വെക്കുന്നവരുമുണ്ട്. എന്തായാലും ഇന്ന് വിജയിക്കുമെന്ന് തന്നെ ഇവർ ഉറച്ചു പറയുന്നുണ്ട്. ജയിക്കോ? കുറെ കളി തോറ്റു. എന്താ പറ്റിയ ടീമിന്? ടീമിന്റെ പ്രതിരോധത്തിന്റെ കുഴപ്പമാണ്. പ്രതിരോധത്തിന്റെ നമ്മള് കമ്പൊക്കെ തിരിച്ചു വരും. എന്തായാലും തിരിച്ചു വരും. ഇന്ന് പിന്നെ വരാണ്ട് ഉറപ്പില്ലേ? വരൂല? ഉറപ്പ് വരൂ. ഇന്ന് കംബാക്ക് പലാൾട്ടിയല്ല. നമ്മളിന്ന് പുതിയ ആൾക്കാരൊക്കെ, പുതിയ നല്ല താരങ്ങളൊക്കെ, പുതിയ നല്ല താരങ്ങളൊക്കെ എത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചിൻ ക്ലീൻ ചെയ്തിട്ട് ഇന്ന് രാവിലെ ഒരു ഗോൾ അടിക്കും. അത്തരത്തിൽ ആരാധകർ വലിയ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധം സ്റ്റേഡിയത്തിന് പുറത്ത് ഉണ്ടായിരുന്നു. അതായത് മഞ്ഞപ്പട ആരാധകർ, മഞ്ഞപ്പട കൂട്ടായ്മ ഇത്തരത്തിൽ ബാനറുമായി പുറത്തു വന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച താരങ്ങളെ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടുതൽ താരങ്ങളെ എത്തിക്കുമോ എന്ന് നമുക്ക് കാണാം. എന്തായാലും അടുത്ത മത്സരത്തിന് വേണ്ടി സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. പോയിന്റ് പട്ടികയിൽ അവസാനക്കാരായ മുഹമ്മദൻസ് ആണ് എതിരാളികൾ. അതുകൊണ്ട് തന്നെ ഇന്ന് വിജയം എളുപ്പമായിരിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. പുതിയ താൽക്കാലിക പരിശീലകനായ മലയാളിയായ TG പുരുഷോത്തമനാണ് ഇപ്പോൾ ടീമിന്റെ മുഖ്യ പരിശീലകനായി ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത്. പുതിയൊരു പരിശീലകനെയും കണ്ടെത്തുമെന്ന് ടീം മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ടീം മാനേജ്മെന്റുമായി പല വിയോജിപ്പുകളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്താ ഇതുവരെയുള്ള മത്സരങ്ങളൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഈ കളി നമ്മൾ വിജയിക്കുമെന്നാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ പെപ്രേനെ ഇറക്കണം എന്നാണ് ഒരു അഭിപ്രായം. മാറ്റി പരീക്ഷിക്കണം. പിന്നെ ഗോളിനെ ഒന്ന് പരീക്ഷിക്കേണ്ട, നോറേനെ ഇറക്കണം എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. ഈ മഞ്ഞപ്പടയൊക്കെ ഈ മാനേജ്മെന്റിന് വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നല്ല താരങ്ങളെ കൊണ്ടുവന്നില്ല, നല്ല താരങ്ങളെ കുറെ പേരെ മറ്റ് ക്ലബ്ബുകൾക്ക് കൊടുത്തു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതൊക്കെ എന്താ നിങ്ങളുടെ അഭിപ്രായം? വിറ്റതൊക്കെ പക്ഷെ വേറെ പ്ലേയേഴ്സ് മേടിക്കണില്ല, അതാണ് കുഴപ്പം. പൊതുവെയുള്ളൊരു വിലയിരുത്തൽ എന്താ ഈ ടീമിന്റെ ഒരു മോശം പ്രകടനത്തെ കുറിച്ച്? നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നോഹേന്റെ കാര്യത്തിലൊക്കെ. പിന്നീട് എന്താണ് നോഹയ്ക്ക് പറ്റിയൊരു സപ്പോർട്ട് മറ്റ് ടീം അംഗങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് തോന്നി. പിന്നെ പുതിയ കോച്ചിനെ പഴയ കോച്ചിന്റെ അത്ര പോലെ ഒരു കോച്ചിനെ മാറ്റുന്നതിൽ നല്ലൊരു ടീമിനെ കൊടുക്കാതെ കോച്ചിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും പ്രതീക്ഷയാണ്, എന്താന്ന് കണ്ടറിയാം. ഇത്ര പറയാനുള്ളൂ. എന്താണ് എല്ലാ മത്സരവും കാണാൻ വരുന്ന ആളാണോ? വരാറുണ്ട്. എന്താ ടീമിനെ ഒരു പ്രകടനത്തെ കുറിച്ച് എന്താ? പ്രകടനം ഇപ്പൊ കളി ഇത്തിരി മോശമാണ്. എന്നാലും ജയിക്കും. തിരിച്ചു വരും കേരളം. ചേച്ചി എല്ലാ മത്സരവും കാണാൻ വരാറുണ്ട്? വരാറുണ്ട്. ജയിക്കും. ജയിച്ചിരിക്കും.